ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതേ ഒരു ചെറിയ കൂളർ ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. നമ്മളെ കേരളത്തിൽ ഭയങ്കര വെയിൽ, ഒടുക്കത്തെ ചൂട് സഹിക്കുന്നില്ല. അപ്പം സംഭവം എന്താ വെച്ചാൽ ചെറിയ കൂളർ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. കൂളർ ഉണ്ടാക്കുന്നത് നമ്മളായിരിക്കുന്നല്ല, സത്യത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ പലരും വീഡിയോ കണ്ടിട്ട് നമ്മുടേതായ ഒരു രീതിക്ക് വേറെ സെറ്റപ്പുകളോട് ചെയ്യാണ്. എന്തായാലും എത്രത്തോളം വിജയിക്കും നമുക്കറിയില്ല. ഇൻഷാ അല്ലാഹ് ചെയ്ത് നോക്കട്ടെ. ചെയ്യുന്ന വീഡിയോ കാണും, എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഇൻഷാ അല്ലാഹ് പറയാം കേട്ടോ. ഓക്കെ, ഇതേ നമ്മൾ തെർമോക്കോളിൻ്റെ ബോക്സ് ഫാൻസി കടയിൽ നിന്ന് മേടിച്ചതാണ്. 525 റുപ്യയുടെ ബോക്സാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. ഒരു ഭാഗം കാണാൻ നല്ല ഫിനിഷിംഗ് ആണ്. ഇത് എന്താ നല്ല വൈറ്റ് കളർ, പുറത്ത് പൊടിയൊക്കെ കുടിച്ചിട്ട് കളറായതാണ് കേട്ടോ. ഇത് നമ്മൾ 525 റുപ്യക്ക് മേടിച്ച സാധനമാണ്. ഇത് എന്ന് വെച്ചാൽ നമ്മൾ കാരക്കാട് ആക്രക്കടയിൽ നിന്ന് ഫ്രിഡ്ജ് പോയിക്കൊണ്ടുവന്ന് വാങ്ങിച്ച സാധനമാണ്. ഫ്രീസറിനുള്ളിലുള്ള ഒരു കോയിലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൂടി നമ്മൾ തണുത്ത വെള്ളം കയറ്റി വിട്ടിട്ട് ചെറിയൊരു ഉറപ്പുണ്ടാക്കിയിട്ട് അതിൽ കൂടി എയർ സർക്കുലേഷൻ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. പക്ഷേ അത് ചെയ്ത് നോക്കാം. ഇത് എന്ന് വെച്ചാൽ 180 റുപ്യ. 180 റുപ്യക്ക് നമ്മൾ വാട്ടർ കൂളറിൽ വെക്കുന്ന പമ്പാണ്. അതായത് വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റിയ പമ്പാണ്. ഈ വെള്ളം കയറിയാൽ കംപ്ലൈൻറ്റ് വരില്ല, താന്ന് എടുക്കും. എന്തായാലും ഇതൊക്കെ ഒന്ന് കൂടി ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ഇത് അതിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള ചെറിയൊരു പൈപ്പ്. ഇത് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓരോ ഐറ്റംസുകൾ പിന്നെ ഇലക്ട്രിക് കടയിൽ പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് വെള്ളം കയറാതിരിക്കാനുള്ള ടാപ്പാണ്. ഇത് നമ്മൾ കോഡ് വയർ. ഇത് സ്വിച്ച് കണക്ഷൻ കൊടുക്കാനുള്ള സ്വിച്ച് ബോർഡ്. ഇത് നേരത്തെ കാണിച്ചാൽ ഒരു പൈപ്പ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. കുറച്ച് വിലയുള്ള സാധനം ഇതാണ്. വില എന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല കേട്ടോ. 1250 റുപ്യ. ഓറിയൻ്റലിൻ്റെ എക്സോസ് ഫാനാണ്. ഓറിയൻ്റലിൻ്റെ എക്സോസ് ഫാനാണ്. ഇങ്ങനെ ഫ്രണ്ട് അടഞ്ഞ ടൈപ്പാണ്. ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് എയർ വലിക്കുക. ഇത് ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ ഇത് കെട്ടാനും പിടിക്കാനൊക്കെ ഉള്ള അതിൻ്റെ ടാഗ് കാര്യങ്ങൾ. ഇത് സ്വിച്ച്, ഈ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ. ഇതെന്ന് വെച്ചാൽ എയർ പുറത്തേക്ക് വരാനുള്ള പിന്നെ ഒരു ജാലിയാണ്. സാധാരണ നമ്മൾ വീട്ടിന് എയർ ഹോളിൽ സെറ്റ് ചെയ്യുന്ന ജാലിയാണ് കേട്ടോ. ഇതൊക്കെ കൂടെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. ഈ ബോക്സിൻ്റെ സൈഡിലാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിങ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാൻ ഓക്കെ, ഫാനിൻ്റെ ഒരു ലോക്ക് പത്രം ആണ്. ആദ്യം ഫാനിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് ഈ റിങ് ഇതിലേക്ക് എടുത്ത് ലോക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വന്നിരിക്കുന്നത്. ഫാനിലേക്ക് അല്ലേ യൂണിറ്റിലാണെങ്കിലേ ചിലപ്പോൾ ഫാൻ വന്നിട്ട് ഈ വോളാക്കിയതിന് ശേഷം ലാസ്റ്റ് ഉണ്ടാക്കാം. കാണിക്കാം. നമുക്ക് കെട്ടിയുള്ളത് ഈ ജാലിയാണ് കേട്ടോ. ഈ ജാലിയുടെ ഫ്രണ്ടിൽ കൊടുക്കുന്നതാണ്. ഇത് ഈ ചെറിയ പാറ്റം കൂടെയൊക്കെ വീടിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സാധനം ഏകദേശം കണ്ടോണാക്കി വെക്കണം. പ്രത്യേകിച്ച് സംഭവമില്ല. പുറത്തളവ് കിട്ടെങ്കിലും കട്ടിന് ഒത്തളത്ത് കൊടുക്കാൻ വേണ്ടി. നമ്മൾ മോട്ടർ വെച്ചിട്ടോ. ഇതിലേ ഒരു വയർ, ഈ കോഡ് വയറിന് തന്നെ ഒരു വയറുണ്ടോ. ഒരു വയർ ഡയറക്റ്റ് ഫാൻ എടുക്കും, ഒരു വയർ ഡയറക്റ്റ് മോട്ടർ കേട്ടോ. പിന്നെ അതിൽ തന്നെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടാണ് അടുത്ത വയർ പോകണം. ഓക്കെ, ഈ രണ്ട് വയർ നേരിട്ട് പ്ലഗിൽ നിന്ന് നേരിട്ട് പ്ലഗിൽ മോട്ടർ എടുക്കും, ഫാനിലേക്ക് കൂടിയാണ്. ഈ ബാക്ക് വയർ സ്വിച്ചിലൂടെ പിന്നെ മോട്ടറിന് ഫാനിലേക്ക് പോകണം കേട്ടോ. ഓക്കെ, ഞാനിത് ഇതിൻ്റെ സ്ക്രൂ മൊത്തത്തിൽ നിങ്ങൾ പറയാൻ പറ്റിയ ഇതിൻ്റെ സാധനം കേട്ടോ. നമുക്ക് എടുക്കാം ആവശ്യത്തിനേ പോകാം. കേട്ടോ
കണ്ടതിൻ്റെ വെച്ചാൽ ഞാൻ ചോദിച്ചായി പക്ഷേ അവർക്ക് എൻ്റെ അറിയില്ല കാശ് വന്നാൽ ഈ സാധനം 150 പറഞ്ഞിട്ട് ഇതുണ്ട് കാരണം 150 ഞാൻ ചെറിയ സാധനം വന്നത് ഇതേ തോന്നുള്ളൂ ഇവിടെ ഫൈനലി നമ്മൾ പ്ലാൻ ഫാൻ ചെയ്യാൻ കേട്ടോ സത്യത്തിൽ ഹോളോടെ കാണാം ഹോളോടെ അറിയാതെ നിൽക്കുന്നത് എന്തായാലും ഹോൾ കണ്ടെത്തി ഫാൻ ചെയ്യട്ടെ ഇതൊരു ആടി കളിക്കണം ഈ സാധനം അറ്റാക്ക് സ്ട്രോങ് ആയിട്ടുണ്ട് അതെ അത് കുറച്ച് ക്വാളിറ്റി നോക്കാം വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ഈ വിലക്കല്ലാതെ നിങ്ങൾ സാധനം തരിക അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ ഈ സാധനം ഒരു മിഷനിൽ പറഞ്ഞിട്ട് പാസ്സാക്കാം 500 രൂപ അതല്ല ഓക്കെ സെറ്റപ്പ് പറയാൻ തരാം. പിന്നെ ഇതാണ് നമ്മളെ കൂളറിൻ്റെ പുതിയ സെറ്റപ്പ് കോഡ് വെയറാണ്. നമുക്ക് ഒരു ടെമ്പററി ഫിറ്റിംഗ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പല യൂട്യൂബേഴ്സിൻ്റെയും പിന്നെ ഈ കൂളർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടും പിന്നെ നമ്മൾ ആ ചെറിയൊരു ഐഡിയ ഒക്കെ എടുത്ത് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. എന്തായാലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഐഡിയ പെർഫോമൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ഇത് കോഡ് വെയർ മുതൽ നമ്മളെന്താക്കി ഈ ബോക്സിനകത്തേക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഈ കണക്ഷൻ ഒന്ന് ഫാനിലേക്കും ഒന്ന് ഈ മോട്ടറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഈ മോട്ടർ എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫാണ്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരില്ല. വെള്ളത്തിൽ നിന്ന് ഇതിൻ്റെ ഫുഡ് വാൾവ് ഈ ലെവലിലേക്കാണ് ഇതിൻ്റെ സെറ്റിങ്സ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഈ മോട്ടറിലെ ഈ പൈപ്പിലൂടെ വെള്ളം വന്നിട്ട് എന്താക്കും, ഈ ഫ്രീസറിൻ്റെ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറാണിത്, അതിൻ്റെ ഈ കോയിലൂടെ ഇങ്ങനെ തണുത്ത വെള്ളം പോകും. അതായത് ഇവിടെ വെക്കുന്നത് ഒരു പാത്രത്തിൽ ചെറിയൊരു അണ്ടാവോ അല്ലെങ്കിൽ ചെറിയൊരു നമ്മൾ ഐസ്ക്രീം ബോട്ടിൽ പോലത്തെ ഒരു പാത്രത്തിൽ നമ്മൾ ഐസൊക്കെ ഇട്ട് വെച്ചിട്ട് അതിനകത്താണ് ഈ മോട്ടർ വെക്കുന്നത്. അപ്പോൾ അത് വെള്ളം പമ്പ് ചെയ്തിട്ട് എന്താക്കും, ഈ കോയിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് സാധാരണ എ സിയിലൊക്കെ ഗ്യാസ് പോകുന്ന പോലെ തന്നെ അതിൻ്റെ പകരം ഇത് തണുത്ത വെള്ളം പോകുന്ന മാത്രമാണ്. തണുത്ത വെള്ളം പോകുമ്പോൾ ഈ അലുമിനിയത്തിൻ്റെ ജാലി കാരണം ഇത് മൊത്തത്തിൽ ഒറ്റ കൂളായിട്ട് മാറും. കൂളെന്ന് വെച്ചാൽ ചെറിയൊരു കൂള്. ആ കൂള് അങ്ങനെ വെള്ളം വന്ന് ചാടിയിട്ട് വീണ്ടും ഈ പാത്രത്തിൽ ഇങ്ങനെ വന്ന് വീഴുക. കാരണം എന്താ വെച്ചാൽ പുറത്തേക്ക് സ്പ്രെഡായിട്ട് പോകില്ല. അപ്പോൾ ഈ ഇതുവഴി മനസ്സിലായോ, അപ്പോൾ ഇതിങ്ങനെ ആ തിരിച്ചിട്ട് ഈ വെള്ളം ഇതേനെ പമ്പ് ചെയ്തിട്ട് ഇതിൽ കൂടി ഇങ്ങനെ കറങ്ങിയിട്ട് തിരിച്ച പാത്രത്തിൽ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇത് ഔട്ട് സൈഡിൽ നിന്ന് എന്താക്കും, നമ്മുടെ റൂമിൻ്റെ അകത്തെ ടെമ്പറേച്ചർ, അതായത് അകത്തെ എയർ ഉണ്ടല്ലോ, ചൂടുവായു, ആ വായുവിനെ കാറ്റിനെ വലിച്ചെടുത്തിട്ട് എന്താക്കും ഈ ബോക്സിലേക്ക് വരും. ഈ ബോക്സിലേക്ക് വന്ന ഈ ബോക്സിനകത്ത് ചുറ്റിയിട്ട് പിന്നെ പുറത്ത് പോകാനുള്ള സ്പേസ് ഈ ഹോള് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഹോളിലേക്ക് കടക്കണമെങ്കിൽ ഏതുണ്ടാക്കണം, ഈ ഫ്രീസറിൻ്റെ കോയിലിലൂടെ ഗ്യാപ്പിലൂടെ കിടക്കണം കേട്ടോ. അപ്പോൾ കിടക്കാന്ന് വെച്ചതാണ്ടില്ലേ, ചെറിയൊരു വിൻഡോ സ്പേസ് പോലെയാണ് ഉള്ളത്. ഇങ്ങനെയാണ് കടന്നു പോവുക. ഇതെന്തായാലും ഇത് നമ്മളിപ്പോൾ ഒരു സെറ്റ് ചെയ്ത് നോക്കി, ഇതൊരു പറഞ്ഞൊരു എക്സ്പ്ലെയിൻ മാത്രമാണ്. എന്തായാലും ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതേ കുട്ടികളെ ശല്യമൊന്നും ഇല്ലാതിരിക്കാൻ നമ്മളെ ജ്യേഷ്ഠൻ്റെ വീടിന് മുകളിൽ വന്നിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും റൂമിനകത്ത് പോയിട്ട് ബാക്കി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗ പരിസരം കേട്ടോ. ഓക്കെ, ആ കാണുന്നതാണ് ദുബായ്. ആ കാണുന്നുണ്ട് നമ്മൾ പട്ടാമ്പി ടൗണാണ്. ആ കാണുന്നത് ഞങ്ങൾ പുഴക്കരയുള്ള സ്ഥലമാണ്. ഓക്കെ, എന്തായാലും റൂമിലേക്ക് എത്തിയിട്ട് ബാക്കി കട്ടിത്തരാം. ഇപ്പോഴേ ഇവിടെ വെച്ചിട്ടാണ് ടെസ്റ്റിങ്. കുറച്ച് ഗുണമുണ്ട് കേട്ടോ.
ഈ അണ്ടാവാണ് ഇതിനോട് തോന്നുന്നത് കേട്ടോ. അതിനകത്ത് നമ്മൾ മോട്ടർ ഇറക്കി വെച്ച് ഓക്കെ ഈ ഐസ് ഇതിനകത്തിട്ട് ഓക്കെ ചെറിയൊരു പണി കിട്ടി തോന്നുന്നുണ്ട് കേട്ടോ. മോട്ടർ വെള്ളം എടുക്കുന്ന കാണുന്നില്ല. എന്തായാലും നോക്കിയാൽ വരാം. വെള്ളം എടുക്കുന്നുണ്ടോ? വിളിച്ചു ഇഞ്ചിക്കുന്നതിൻ്റെ കാരണം ഉണ്ടോ? ഇത് ഫുള്ള് മുങ്ങി കൊടുക്കണോ? അല്ല മോട്ടർ ഇങ്ങനെ ഇടുമ്പോൾ ഇടുമ്പോഴാണ് വെള്ളം കയറുന്നത്. വെള്ളം കയറിയിട്ട് ആ വെള്ളം തിരിച്ചിട്ട് ചതപ്പ് വരും. ആയി വന്നു വെള്ളം തിരിച്ചിരിക്കാനെ വന്നിട്ടോ. കുറച്ച് വിട്ടു വിട്ടോ കാണണ്ട. അപ്പോൾ ഓക്കെ ഇനി ഇത് അടച്ചു വെക്കുക. അതുകൊണ്ട് ചെറിയ തണുപ്പ് വന്ന് ഇനി ഇതും ചെറിയ കൂളിക്ക് വരും. ഇത് തൊട്ടോ ഇവിടെ 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 തൊട്ടോ ഇവിടെ തൊട്ടോ ഇതിന് തൊട്ടോ കുറേ കഴിക്കും അല്ലേ? അപ്പോൾ ഇതിന് മുകളിലേ ചെറുതായിട്ട് വേർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ട് അതുണ്ടോ? വേർ പിടിച്ചതുണ്ടോ? ഇനി അതിൻ്റെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി അത് അടച്ചിട്ട് മോട്ടർ ഓണാക്കണം. സംഭവേ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് തണുപ്പുണ്ടോ ഇല്ലെന്ന് എങ്ങനെ കാണുന്ന വെച്ചാലേ അല്ലേ? തണുപ്പില്ലേ? നല്ല തണുപ്പുണ്ട്. ഇത് തണുപ്പുണ്ടോ ഇല്ലെന്ന് അറിയെങ്കിൽ ശരിക്കും ഹീറ്റർ ഉണ്ടല്ലോ, തെർമോമീറ്റർ, അത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാലാണ് ഇതിൻ്റെ തണുപ്പ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഇതിൽ കൂടി എയർ ചെറുതായിട്ടാണ് പാസ് ചെയ്യുള്ളൂ ഇല്ലേ? നല്ല ഓവറായിട്ടൊന്നും വരുന്നില്ല. എന്നാലും ഒരു കൂളറിൻ്റെ വർക്ക്. കൈ വെച്ചോക്കാം, കൈ ഇങ്ങനെ വെച്ചോക്കാം. ഇതിനൊരു ചെറിയൊരു കുറവ് എന്താ തോന്നുന്നു വെച്ചാൽ പിന്നെ ഫാനിൻ്റെ പവർ കുറവായി തോന്നുന്നുണ്ട്. നല്ല കൂളുണ്ട്. അതായത് ഒരു ഏസിനെ ഫ്രണ്ടിലേക്ക് കൈ വെച്ച് കൊടുത്ത പോലെ തന്നെ നല്ലൊരു ഫീൽ ഉണ്ട്. നമ്മളെ വണ്ടിക്കകത്ത് ഏസിനെ കാട്ടി ഒരു കൂള് ഇവിടെ കൈ വെക്കുമ്പോൾ തൊട്ട് തോന്നുന്നുണ്ട്. എന്തായാലും അത് ഐസിൻ്റെ തണുപ്പ് വിടുന്ന വരെയാണ് ഈ സംഗതി ഉണ്ടാവുള്ളൂ. ഐസിൻ്റെ തണുപ്പ് വിട്ട് കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്തായാലും ഈ വെള്ളം കലങ്ങിയിരിക്കുന്നു കേട്ടോ. വെള്ളം കലങ്ങാനുള്ള കാരണം എന്താ അറിയുമോ? ഈ ഫ്രീസർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഫ്രീസറിനകത്ത് ഓൾറെഡി ഓയിൽ ഉണ്ടാവും. ആ ഓയിൽ ഇതിനകത്ത് മിക്സ് ആയ കാരണമാണ് ചെറുതായിട്ട് നമ്മൾ ലൈമ് ഇറക്കിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, അതൊക്കെ നല്ല തണുപ്പായിട്ടുണ്ട്. ഇതിന് മുകളിലുണ്ടല്ലേ ഈ വയർപ്പ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ നല്ല വയർപ്പാണ്. ഇത് മൊത്തത്തിൽ ഇപ്പോൾ കൂളിംഗാണ്. ഇതിലൂടെ വരുന്ന എയറിനും എന്തുണ്ട്, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു റിസൾട്ട് പറയാമെന്ന് വെച്ചാലേ ഇതിൻ്റെ യഥാർത്ഥ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു 70% ഇത് സക്സസ്ഫുള്ളാണ്. കാരണം എന്താ വെച്ചാൽ കൂളിംഗ് ഉണ്ട്. പക്ഷേ ഈ ഫാനിൻ്റെ പവർ കുറവായ കാരണം മാത്രമാണ് ഇതിൽ കൂടി എയർ കൂടുതൽ തള്ളാത്തത്. എന്നാലും ഒരു നിശ്ചിത അളവിലൊക്കെ തള്ളുന്നുണ്ട്. എന്തായാലും കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് നമ്മളെ കൂളർ. ഈ കൂളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഫാൻ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് പവറുള്ള ഫാന് വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സൈഡിലാണ് ഫാൻ കൊടുത്തിരിക്കുന്നത്. ആ സൈഡിൽ എന്നുള്ളത് ആ ഫ്രീസറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി പവർ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഈ ബോക്സ് കാര്യങ്ങൾ സ്പേസൊക്കെ അത് മതിയാവും. എന്തായാലും ഇതിന് ചെറിയ ചിലവ് വന്നിട്ടുള്ളൂ. ചെറിയ ചിലവെന്ന് വെച്ചാൽ 500 റുപ്യയുടെ 525 റുപ്യയുടെ തെർമോകൂളർ ബോക്സ്, 200 റുപ്യയുടെ അതായത് 180 റുപ്യയുടെ വാട്ടർ പമ്പ്, ഈ ഫാനും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം പാടെ നമുക്ക് 1500 റുപ്യേൻ്റെ ബില്ല്. അത് 1600 സംതിങ് ആണ്. അവർ 1500 റുപ്യ റൗണ്ട് ചെയ്ത് തന്നതാണ്. ആ കേബിളും എല്ലാം കൂടെ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന്
ട്രൈ ചെയ്ത് നോക്കുക, ശ്രമിക്കുക. ഒരു ചെറിയ റൂമൊക്കെ, അതായത് സാധാരണ റൂമൊക്കെ തണുപ്പിക്കാൻ ഇത് മതിയാവുമെന്ന് കരുതുന്നു. എന്തായാലും 2 ദിവസം ഉപയോഗിച്ച് നോക്കിയാലാണ് അതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും.